നമസ്കാരം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ അഥവാ കിഫ്ബിയുടെ ശതകോടികൾ കവിയുന്ന പരസ്യ ചെലവുകളുടെയും വായ്പാ ബാധ്യതകളുടെയും ജീവനക്കാരുടെ നിയമന നടപടികളുടെയും കൃത്യമായ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നു. കോട്ടയം പെരുവ സ്വദേശിയായ MD തോമസ് സമർപ്പിച്ച അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള നിർണായകമായ ഈ വിവരങ്ങളുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിഫ്ബി പദ്ധതികളുടെ പ്രചാരണത്തിനും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുമായി മാധ്യമങ്ങളിലൂടെ മാത്രം 107,83,00,000 രൂപയാണ് ബോർഡ് ചിലവഴിച്ചത്. ദൃശ്യാവിഷ്കാരങ്ങൾക്കായി 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, കൈരളി, അമൃത, മീഡിയ വൺ ഉൾപ്പെടെയുള്ള വിവിധ ടെലിവിഷൻ ചാനലുകളിലെ പരസ്യങ്ങൾക്കായി 47.94 കോടി രൂപ വിനിയോഗിച്ചു. ഇതോടൊപ്പം തന്നെ അച്ചടി മാധ്യമങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ചന്ദ്രിക, മാധ്യമം, സിറാജ്, ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഹിന്ദു തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിൽ പരസ്യങ്ങൾ നൽകിയ ഇനത്തിൽ 59.89 കോടി രൂപയും ചിലവിട്ടു. മാധ്യമ പരസ്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലുമായി ആകെ 185 വലിയ ഹോർഡിങ്ങുകൾ 2 മാസത്തെ കാലയളവിലേക്ക് സ്ഥാപിച്ചിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഡ്കോ എന്ന സ്ഥാപനമാണ് ഈ ഹോർഡിംഗ് ക്യാമ്പയിൻ നടപ്പാക്കിയത്. ഈ പരസ്യങ്ങൾ മാർച്ച് 15-ന് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഹോർഡിങ്ങുകൾക്കായി മാത്രം കൃത്യം എത്ര തുക ചിലവഴിച്ചു എന്നതിന്റെ തരം തിരിച്ചുള്ള കണക്കുകൾ കിഫ്ബി ലഭ്യമാക്കിയിട്ടില്ല. പരസ്യധൂർത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മറുവശത്ത് കിഫ്ബിയുടെ വായ്പാ ബാധ്യതകൾ വലിയ തോതിൽ ഉയരുകയാണ് എന്ന് ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമാക്കുന്നു. 31/3/2006 വരെയുള്ള കണക്കുകൾ പ്രകാരം കിഫ്ബി വിവിധ മാർഗങ്ങളിലൂടെ ആകെ വായ്പയായി സ്വീകരിച്ചത് 31/3/2006 വരെയുള്ള കണക്കുകൾ പ്രകാരം കിഫ്ബി വിവിധ മാർഗങ്ങളിലൂടെ ആകെ വായ്പയായി സ്വീകരിച്ചത് 42,075.82 കോടി രൂപയാണ്. ഇതിൽ ഇതുവരേക്കും 9,877.49 കോടി രൂപ മാത്രമാണ് തിരികെ അടച്ചു തീർത്തത്. നിലവിൽ 32,198.33 കോടി രൂപയുടെ വൻ ബാക്കി പാത്രമാണ് ബോർഡിന് മേലുള്ളത്. ഗ്രീൻ ബോണ്ട്, ഡൊമസ്റ്റിക് ബോണ്ട്, KSFE, പ്രവാസി ബോണ്ട് എന്നിവ വഴി സമാഹരിച്ച തുകയുടെ അസൽ വരും വർഷങ്ങളിൽ തിരികെ നൽകേണ്ടതുണ്ട്. ഇതിന്റെ തിരിച്ചടവ് ഘടന പരിശോധിച്ചാൽ വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ കിഫ്ബിക്ക് മേൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭാരം ഉണ്ടാകുമെന്ന് വ്യക്തമാകും. വരും വർഷങ്ങളിലെ തിരിച്ചടവ് തുക താഴെ പറയുന്ന വിധമാണ്. ഫിനാൻഷ്യൽ ഇയർ 2026-27 519.97 കോടി രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. 2027-28 683.36 കോടി രൂപ. 2028-29 1311.21 കോടി രൂപ. 2029-30 കാലയളവിൽ 1273.36 കോടി രൂപ. ഫിനാൻഷ്യൽ ഇയർ 2030-2031 കാലയളവിൽ 1293.57 കോടി രൂപ. 2031-32 കാലയളവിൽ 1240.11 കോടി രൂപ. ഫിനാൻഷ്യൽ ഇയർ 2032-33 കാലയളവിൽ 1235.71 കോടി രൂപയും 33-34 കാലയളവിൽ 1161.61 കോടി രൂപയുമാണ്. 2034-35 കാലയളവിൽ 772.61 കോടി രൂപ. 2035-2036 കാലയളവിൽ 326.44 കോടി രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ. KM എബ്രഹാമിന്റെ ആനുകൂല്യങ്ങളും യാത്രാ ചിലവുകളും കിഫ്ബിയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM എബ്രഹാമിന്റെ സേവന കാലാവധിയിലെ ആനുകൂല്യങ്ങളും യാത്രകളും സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്ന രേഖകളിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. 2018 ജനുവരി മുതൽ 2026 മെയ് വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന് ശമ്പളമായും അലവൻസായും 3,58,00,000 രൂപയിലധികമാണ് നൽകിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ലിസ്റ്റിംഗ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി 15/5/2019 മുതൽ 31/5/2019 വരെ അദ്ദേഹം നടത്തിയ യാത്രയുടെ വിമാന ടിക്കറ്റ് ചിലവിലേക്ക് മാത്രം 1,70,763 രൂപ ബോർഡ് അനുവദിച്ചു നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾക്ക് പുറമെ നിയമപരമായ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക വക്കീൽ ഫീസായും കിഫ്ബിക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇഡിക്കെതിരെ പോരാടാൻ 39 ലക്ഷം രൂപയാണ് അഭിഭാഷക ഫീസായി ഇവർ ഈടാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേരള ഹൈക്കോടതിയിലുള്ള കേസ് നടത്തുന്നതിനായി
സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറിന് ഫീസായി നൽകിയതാണ് 39 ലക്ഷം രൂപ. വിവിധ തീയതികളിലായി ഇവർ മുടക്കിയ കണക്കുകൾ ഇങ്ങനെയാണ്: 2024 ജനുവരി 12-ന് 5,50,000 രൂപ, ഫെബ്രുവരി 19-ന് 5,50,000 രൂപ, ഏപ്രിൽ 5-ന് 5,50,000 രൂപ, ജൂലൈ 4-ന് 7,50,000 രൂപ, ജൂലൈ 9-ന് 7,50,000 രൂപ, ജൂലൈ 19-ന് 7,50,000 രൂപ. ഇങ്ങനെയാണ് ഈ തുക കൈമാറിയത്. നിയമന വിവരങ്ങൾ എടുത്താൽ ബോർഡിന്റെ ജീവനക്കാരുടെ നിയമന ഘടന പരിശോധിച്ചാലും സ്ഥിരം തസ്തികകളേക്കാൾ താൽക്കാലിക കരാർ നിയമനങ്ങളുടെ ഒരു വലിയ നിര തന്നെ കിഫ്ബിയിലുണ്ട് എന്ന് നമുക്ക് കാണാം. ജോയിന്റ് ഫണ്ട് മാനേജർ, ഡെപ്യൂട്ടി ഫണ്ട് മാനേജർ ഉൾപ്പെടെ ആകെ 6 പേർ മാത്രമാണ് സ്ഥിരം കേഡർ തസ്തികകളിൽ ഈ വിഭാഗത്തിലുള്ളത്. അതേസമയം സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെത്തിയ പ്രൊജക്ട് മാനേജർമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെ ആകെ 16 പേർ ഈ ബോർഡിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അഡീഷണൽ സിഇഒ, ചീഫ് പ്രൊജക്ട് എക്സാമിനർ എന്നിവരുൾപ്പെടെ 16 പേർ നേരിട്ടുള്ള കരാർ നിയമനത്തിലൂടെ എത്തിയവരാണ്. നിലവിൽ സിഇഒ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയുമാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴിയുള്ള താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതിൽ CMD TRC വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ്മാരായി 50 പേരും സാങ്കേതിക അസിസ്റ്റന്റ്മാരായി 27 പേരും ഡെപ്യൂട്ടി കൺസൾട്ടന്റുമാരായി 19 പേരും എന്നിവരടക്കം ആകെ 163 പേരാണുള്ളത്. CMD, കിഫ്ബി, RP, RE വിഭാഗത്തിൽ പ്രൊജക്ട് അഡ്വൈസർമാർ, പ്രൊജക്ട് അസോസിയേറ്റുകൾ, ചീഫ് പ്രൊജക്ട് അഡ്വൈസർമാർ ഉൾപ്പെടെ ആകെ 84 പേർ ജോലി ചെയ്യുന്നു. ഇതിനു പുറമെ പ്രത്യേക ഇൻസ്പെക്ഷൻ എഞ്ചിനീയർമാർ, പ്രൊജക്ട് എഞ്ചിനീയർമാർ, പ്രൊജക്ട് എക്സാമിനർമാർ എന്നിവരും താൽക്കാലിക വ്യവസ്ഥയിൽ കിഫ്ബിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കിഫ്ബിയുടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാന കണ്ടെത്തലുകളും വിവരാവകാശ രേഖയിലുണ്ട്. കിഫ്ബി നേരിട്ട് ഒരു പദ്ധതിക്കും ടെൻഡർ വിളിക്കുകയോ കരാർ നൽകുകയോ ചെയ്യുന്നില്ല എന്നും സർക്കാർ നിശ്ചയിക്കുന്ന പ്രത്യേക ഏജൻസികൾ വഴിയാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നത് എന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നു. അപേക്ഷകന്റെ ചോദ്യത്തിന് മറുപടിയായി നൽകിയ 1,340.61 കോടി രൂപ എന്നത് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയ പദ്ധതികളുടെ ആകെ തുകയാകാനാണ് സാധ്യത. കിഫ്ബിയിൽ പദ്ധതികളെ പ്രത്യേകമായി മികച്ച 10 പദ്ധതികൾ എന്നിങ്ങനെ റാങ്ക് ചെയ്യുന്ന പതിവില്ല എന്നും മറുപടിയിൽ പറയുന്നു. നിലവിൽ മുൻ IAS ഉദ്യോഗസ്ഥയായ മിനി ആന്റണിയാണ് കിഫ്ബിയുടെ താൽക്കാലിക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതല വഹിക്കുന്നത്.